അപ്പോൾ ഇവർ ചെയ്യുന്ന എന്താണ്, കുറച്ച് ആളുകൾ ഈ പറയുന്ന ക്ഷേമത്തിനും അല്ലെങ്കിൽ തൊഴിലാളികളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാനാണെന്ന് പറഞ്ഞൊരു സ്ട്രൈക്ക് നടത്തുമ്പോൾ അതിൽ കുറേ ആളുകൾ മുതലെടുപ്പാണ്. അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? മുതലെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വഴിയിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങുന്ന ഒരാളായിരിക്കും, ആശുപത്രിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന ആളായിരിക്കും, കൂട്ടിരിപ്പുകാരനായിരിക്കാം, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇറങ്ങുമ്പോൾ ഇവർ കൊടിയും പിടിച്ചുകൊണ്ട് മുന്നിൽ ചെന്നിട്ട് അവരെ അസഭ്യം പറയുക, എനിക്കും നിനക്കുമൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് അവൻ്റെ ചോറിൽ കൂടി മണ്ണ് വാരിയിടുക. അവനെങ്കിലും ജോലിക്ക് പോട്ടെ, നിങ്ങളോ സമരം എന്ന് പറഞ്ഞിട്ട് പോകുക. അതിലൊരു ഓട്ടക്കാരൻ പ്രതികരിച്ചൊരു പ്രതികരണമുണ്ട്. അതായത് ഇത്രയും നാൾ നിങ്ങൾ സമരം ചെയ്തിട്ട് എന്താണ് ഉണ്ടാക്കിയതെന്നാണ് അയാൾ ചോദിച്ചത്. അപ്പോൾ അയാളെ കൊല്ലാനായിട്ട് കയറി ചെല്ലുന്നുണ്ട്. അതിനിടയിൽ കൊടി കയറി ഒരു അണ്ണൻ്റെ മുഖത്തൊക്കെ പോയിട്ട് അണ്ണൻ കൊടി മാറ്റേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അണ്ണൻ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അത് പാർട്ടിക്കാരുടെ കൂടെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഇവർ ചെയ്യുന്നത് ഒരു ആവശ്യത്തിന് ഇറങ്ങുന്ന ആളുകളെ പണിയെടുക്കുകയില്ല, അതായത് പട്ടി പുല്ല് തിന്നത്തുമില്ല, പശുവിനോട്ട് തീറ്റിക്കത്തുമില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. പണിക്ക് പോകുന്ന ആളുകളെ കൊണ്ട് പണിയെടുക്കാൻ സമ്മതിക്കുന്നുമില്ല, എന്നാൽ ഇവരൊട്ട് പണിക്ക് പോകുക അതുമില്ല. സമരം ചെയ്യണം, മരണം വരെയും സമരം ചെയ്യണം, സമരമാണ് ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് നടക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് പുതിയ കുറേ ആളുകളെ യുവജനതയെല്ലാം ഇവർ അതിനു വേണ്ടിയിട്ട് ഇറക്കിയിട്ടുണ്ട്.